ഹായ്, എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ നേടണമെങ്കിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ വേണം, അല്ലേ? അങ്ങനെയല്ലേ നമ്മളിൽ പലരും ചിന്തിക്കുന്നത്? എന്നാൽ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കാൻ ശക്തിയുള്ള, എന്നാൽ ആർക്കും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന 5 ചെറിയ ശീലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, ഈ ഫോണിലെ നോട്ടിഫിക്കേഷനും മെസ്സേജുകളും പിന്നെ ഈ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനുമിടയിൽ നമുക്ക് ഒന്നിനും ഒരു ഫോക്കസ് കിട്ടുന്നില്ലെന്ന്? നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ശരിക്കും നമ്മളെല്ലാവരും ഇതിലൂടെ കടന്നുപോകുന്നുണ്ട്. പക്ഷെ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ ഡിജിറ്റൽ ബഹളത്തിൽ നിന്ന് പുറത്തുവരാനും നമ്മുടെ ശ്രദ്ധ തിരിച്ചുപിടിക്കാനും ഒരു വഴിയുണ്ട്. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം, അല്ലേ? ജീവിതം മൊത്തത്തിൽ അങ്ങ് മാറ്റിമറിക്കുകയല്ല വേണ്ടത്, മറിച്ച് വളരെ ചെറിയ പക്ഷേ സ്ഥിരമായ ചില ചുവടുകൾ വെക്കുകയാണ് വേണ്ടത്. ഒരു ഐസ്ബർഗ് പോലെയാണിത്. പുറമേ കാണുമ്പോൾ വളരെ ചെറുതായിരിക്കും, പക്ഷേ അതിന്റെ യഥാർത്ഥ ശക്തി വെള്ളത്തിനടിയിലാണ്. അതുപോലെ ഈ ചെറിയ ശീലങ്ങൾ കാലക്രമേണ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ചെറിയ ശീലങ്ങളുടെ വിപ്ലവത്തിലേക്ക് കടക്കാം. വലിയ വലിയ ലക്ഷ്യങ്ങൾ കണ്ട് പേടിക്കുന്നതിനു പകരം നമ്മുടെ ബ്രെയിനിനെ ഓവർലോഡ് ചെയ്യാതെ വളരെ ചെറിയ ദൈനംദിന കാര്യങ്ങൾ എങ്ങനെയാണ് വലിയ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്നതെന്ന് നോക്കാം. ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഇത് ആർക്കും എപ്പോൾ വേണമെങ്കിലും തുടങ്ങാൻ പറ്റുന്ന ഒരു യാത്രയാണ്. ശരി, ഈ 5 ശീലങ്ങളെ നമുക്കൊന്ന് അടുക്കും ചിട്ടയുമാക്കാം. കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതിനെ 2 പ്രധാന ഭാഗങ്ങളായിട്ട് തിരിക്കാം. ആദ്യത്തെ കുറച്ച് ശീലങ്ങൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും ബാക്കിയുള്ളവ നമ്മുടെ ഫോക്കസ് ഒരു ലേസർ പോലെ മൂർച്ച കൂട്ടാനും സഹായിക്കുന്നവയാണ്. റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഇതാണ്: മനസ്സിനൊരു റീസെറ്റ് ബട്ടൺ കൊടുക്കുക. ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽപ്പെട്ട് ചിതറിപ്പോയ നമ്മുടെ മനസ്സിന് എങ്ങനെ കുറച്ച് ശാന്തതയും വ്യക്തതയുമൊക്കെ തിരികെ കൊടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുള്ള നമ്മുടെ ആദ്യത്തെ ടൂളാണ് മൈൻഡ്ഫുൾ മൈക്രോ ബ്രേക്ക്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, സംഗതി വളരെ സിമ്പിളാണ്. ഒരു ദിവസം പലതവണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. പക്ഷേ നമ്മുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ ഇതിന്റെ റിസൾട്ട് ശരിക്കും അവിശ്വസനീയമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇമെയിൽ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഫോക്കസ് പോകുന്നു, അല്ലേ? അപ്പോൾ ഇത് പരീക്ഷിച്ചു നോക്കൂ. സ്റ്റെപ്പ് 1: ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു നിമിഷത്തേക്കൊന്ന് മാറി നിൽക്കുക. സ്റ്റെപ്പ് 2: കണ്ണുകളടച്ച് നല്ലൊരു ദീർഘശ്വാസം അകത്തേക്കെടുത്ത് പുറത്തേക്ക് വിടുക. സ്റ്റെപ്പ് 3: പുതിയൊരു എനർജിയോടെ ജോലിയിലേക്ക് തിരികെ വരിക. ഈ ഒരൊറ്റ ചെറിയ ബ്രേക്ക് മതി നിങ്ങളുടെ ഫോക്കസ് അത്ഭുതകരമായി തിരികെ വരുന്നത് കാണാം. അടുത്തത് രണ്ടാമത്തെ ശീലം: ഡെയിലി ഡിജിറ്റൽ ഡീറ്റോക്സ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഫോണും ലാപ്ടോപ്പും ഒക്കെ നിരന്തരം നമ്മുടെ മെന്റൽ എനർജി ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമുക്കൊരു ഷീൽഡ് വേണ്ടേ? അതാണ് ഈ ശീലം. ഒരു ദിവസം മുഴുവനൊന്നും വേണ്ട കേട്ടോ, വെറും 5 മിനിറ്റ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഒരു ദിവസം വെറും 5 മിനിറ്റ് നിങ്ങളുടെ ഫോണിലെ നോട്ടിഫിക്കേഷനുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമൊക്കെ ഒന്ന് മാറി നിൽക്കുക. ഈ ചെറിയൊരു സമയം മതി നിങ്ങളുടെ മനസ്സിനെ ഒന്ന് റീചാർജ് ചെയ്യാനും നഷ്ടപ്പെട്ട ഫോക്കസ് തിരികെ പിടിക്കാനും വേണ്ട ശാന്തത കിട്ടാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിന്റെ ബഹളമൊക്കെ ഒന്ന് അടങ്ങി, അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ ശ്രദ്ധയെ ഒരു ലേസർ പോലെ ഷാർപ്പാക്കണം. ആ ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജോലികളിൽ കൂടുതൽ ആഴവും ക്വാളിറ്റിയും കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കാം. ഒരു ചോദ്യം ചോദിക്കട്ടെ: ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മൾട്ടി ടാസ്കിംഗ് ഒരു സൂപ്പർ പവറാണെന്ന് കരുതുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ മൂന്നാമത്തെ ശീലം നിങ്ങളുടെ ആ ധാരണയെ അങ്ങ് മാറ്റിമറിക്കും. കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന് ഒരേ സമയം ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയും. അത് സയൻസാണ്. ഇതൊന്ന് നോക്കി. ഇടതുവശത്ത് കാണുന്നത് മൾട്ടി ടാസ്കിങ്ങിന്റെ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാണ്. വലതുവശത്തോ സിംഗിൾ ടാസ്കിങ്ങിന്റെ ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ഫോക്കസ്. ഒന്ന് നമ്മുടെ എനർജിയെ പല വഴിക്കായി ചിതറിച്ചു കളയുമ്പോൾ മറ്റേത് അതിനെ ഒരൊറ്റ പോയിന്റിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാനുള്ള സീക്രട്ട് ഇതുതന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വിജയിച്ച അത്ലറ്റുകളും വലിയ വലിയ ബിസിനസ്സുകാരും ഉപയോഗിക്കുന്ന ഒരു സീക്രട്ട് വെപ്പണിനെക്കുറിച്ച് നിങ്ങൾക്കറിയണോ? അതാണ് നമ്മുടെ 4ാമത്തെ ശീലം: ഡെയിലി വിഷ്വലൈസേഷൻ, അതായത് ദിവസവും സങ്കല്പിക്കുക. ഈ ഒരു ഐഡിയ നമുക്ക് വളരെ ശക്തമായൊരു വാചകത്തിൽ ഒതുക്കാം. നിങ്ങൾക്കൊരു കാര്യം മനസ്സിൽ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാനും കഴിയും. സംഗതി ഇത്രയുള്ളൂ: നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ എത്രത്തോളം വ്യക്തമായി കാണുന്നുവോ അവിടേക്കെത്താനുള്ള വഴി തെളിയിക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ അത്രത്തോളം സഹായിക്കും. ഇത് വെറുതെ ദിവാസ്വപ്നം കാണുന്ന പരിപാടിയല്ല, മറിച്ച് വിജയത്തിനു വേണ്ടി നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്നതാണ്. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നിച്ചുകൂട്ടാൻ സമയമായി. ഈ യാത്രയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ വെക്കാമെന്നും നമ്മുടെ അവസാനത്തെ, പക്ഷെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശീലത്തെക്കുറിച്ചും നമുക്ക് നോക്കാം.
അപ്പോ നമ്മുടെ അഞ്ചാമത്തെയും അവസാനത്തെയും ശീലം, ഇത് നിങ്ങളുടെ ഓരോ ദിവസവും കൂടുതൽ സന്തോഷമുള്ളതാക്കാനും നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ പോസിറ്റീവാക്കാനുമുള്ള വളരെ ലളിതമായ ഒരു വഴിയാണ്. ഇതിനെ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് പറയും. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ മറ്റെല്ലാ ശീലങ്ങളെയും ഒരുമിച്ച് നിർത്താൻ സഹായിക്കുന്ന ഒരു ഫൗണ്ടേഷനാണിത്. അപ്പോൾ എന്താണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്? വളരെ സിമ്പിളാണ്. അടുത്ത തവണ നിങ്ങൾ നടക്കാൻ ഇറങ്ങുമ്പോൾ ഫോണിൽ നോക്കി നടക്കുന്നതിന് പകരം നിങ്ങൾക്ക് നന്ദിയുള്ള, സന്തോഷം തോന്നുന്ന ഒരു 3 കാര്യങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അതെന്തുവാകാം. ഈ ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ മൂഡിനെ എത്രമാത്രം മാറ്റുമെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയണം. അപ്പോ ഇതാണ് നിങ്ങളുടെ പുതിയ ടൂൾ കിറ്റ്. ഓർമ്മയുണ്ടല്ലോ, 1 മൈൻഡ്ഫുൾ മൈക്രോ ബ്രേക്കുകൾ, 2 ഡെയിലി ഡിജിറ്റൽ ഡിറ്റോക്സ്, 3 സിംഗിൾ ടാസ്കിങ്ങിന്റെ ശക്തി, 4 ഡെയിലി വിഷ്വലൈസേഷൻ, പിന്നെ 5ാമത്തേത് ഗ്രാറ്റിറ്റ്യൂഡ് വാക്സ്. ഇവയെല്ലാം നിങ്ങൾക്ക് ഇന്നു തന്നെ ഉപയോഗിച്ചു തുടങ്ങാൻ പറ്റുന്ന വളരെ സിമ്പിളായ ടൂൾസാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ ടൂൾ കിറ്റ് കയ്യിൽ കിട്ടിയെന്ന് വെച്ച് മാത്രം കാര്യമില്ല. ഒരു തുള്ളി വെള്ളം വീണാൽ പാറയ്ക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ തുടർച്ചയായി ഒരേ സ്ഥലത്ത് വെള്ളത്തുള്ളികൾ വീണാലോ? അതുപോലെയാണിതും. ഈ ശീലങ്ങളിലെ വിജയത്തിന്റെ ഒരേ ഒരു താക്കോല് സ്ഥിരതയാണ്, അതായത് കൺസിസ്റ്റൻസി. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചെറിയ ചുവട് ഏതായിരിക്കും? എല്ലാം കൂടി ഒരുമിച്ച് തുടങ്ങണമെന്നില്ല. ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം തിരഞ്ഞെടുക്കുക, എന്നിട്ടത് ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് ശീലം പരീക്ഷിക്കാൻ പോകുന്നു? നിങ്ങളുടെ യാത്ര ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.